നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുങ്കേശാണ് പുളികാപ്പൻ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ്. ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് ഉത്രാടമാണ്, നാളെ തിരുവോണം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അത്താഴത്തിന് രാവിലെ അപ്പം വരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സ്വല്പം മാവിരുന്ന് അതിനകത്ത് ഒരു ഏത്തപ്പഴം മുറിച്ചിട്ട് അമ്മ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷേ ഇതിനകത്ത് ഉണക്കമുന്തിരിയും ഇച്ചിരി കശുവണ്ടി പരിപ്പ കപ്പലണ്ടിയ അങ്ങനെ എന്തെങ്കിലും അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇന്ന് അത് കഴിക്കുകയാണ്. മിക്കവാറും എൻ്റെ അത്താഴം ഇതാകാനാണ് സാധ്യത. കാരണം ഇല്ലെങ്കിൽ അതുകൂടെ ആകുമ്പം ചോറും കൂടെ ആകുമ്പോഴേ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടെ നേടുകയാണ്. ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ ഇതൊന്ന് കഴിച്ചു തുടങ്ങണം കേട്ടാ. കൂട്ടുകാർക്ക് ഇതുപോലെ തന്നെ കിണ്ണത്തപ്പം ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത്താഴം കഴിച്ചതിന് ശേഷം ഞാനൊരു പാട്ട് പാടിയിട്ടിരുന്നില്ലേ, അത് പോസ്റ്റ് ചെയ്തിരുന്നായിരുന്നു കൂട്ടുകാരെ. പക്ഷേ പോസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനൊന്ന് നോക്കിയപ്പോൾ അത് കോപ്പിറൈറ്റ് കാണിച്ച്. വീണ്ടും മുൻപ് സംഭവിച്ച പോലെ തന്നെ അത് ചിലപ്പം അത് ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പാടാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, ഞാൻ ആ പാട്ട് മാറ്റിയിട്ട് എൻ്റെ അമ്മ പാടിയ ഒരു പാട്ട് ഉൾപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ, അപ്പോൾ ക്ഷമിക്കണേ. അമ്മയുടെ ആ പാട്ട് നമുക്ക് കേൾക്കാം, പഴയ ഒരു ഓണപ്പാട്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. പ്രിയമുള്ള മക്കളെ, നമസ്കാരം. പുളിയാപ്പൻ തുങ്കേഷിൻ്റെ അമ്മ ഭാവപ്രിയ. ഇന്ന് നമുക്ക് ഓണമാണ്. എല്ലാവർക്കും ഈ അമ്മമ്മയുടെ ഓണ ആശംസകൾ. അമ്മമ്മ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മയുടെ കല്യാണത്തിന് മുമ്പാണ്. അമ്മമ്മ കൈകൊട്ടി കളിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കളിക്കും, അന്നും കളിക്കും, ഇപ്പോഴും കളിക്കും. പ്രായം തന്നെയാണ് കളിക്കും, അത്യാവശ്യം വേണ്ടി വന്നാൽ. അപ്പം ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ് ആ പാടാൻ പോകുന്നത്. 4 പേര്. വാർത്തലത്തിൽ കീർത്തി പൊങ്ങി ആത്തിരം വീടുന്ന കല്ലം വല്ല തുണ്ടുകീമനണ്ടിയ പീസൊന്ന്. വാർത്തലത്തിൽ കീർത്തി പൊങ്ങി ആർത്തിരം വീടുന്ന കല്ലം വല്ല തുണ്ടുകേമനണ്ടിയ പീസൊന്ന്. നാട്ടിലുള്ള പെൺമണികൾ പട്ടിണികൾ മാറ്റാൻ കൂട്ടമൂടെ ജോലി ചെയ്യാൻ പോയിടുന്നുണ്ടെന്നും. കൊച്ചു കൊച്ചു നാരിമാരിൽ മെച്ചമാണു രാധ, പിച്ചകപ്പൂമേനിയാണു സുന്ദരിയാം രാധ. പാസിൽ ജോലി ചെയ്തിടുന്ന രാധയെ കണ്ടേവം പച്ചവണ്ടുപോലെ സോമൻ ചുറ്റി നടകൊണ്ടു. വാർത്തലത്തിൽ കീർത്തി പൊങ്ങി ആർത്തിരം വീടുന്ന കല്ലം വല്ല തുണ്ടുകേമൻ അണ്ടിയ പീസൊന്ന്. കല്ലം വല്ല തുണ്ടുകേമൻ അണ്ടിയ പീസൊന്ന്. മക്കളെ, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു.